ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവേഷ്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവകൃപയിലൂടെയുള്ള ഈ യാത്ര എന്ന സീരീസിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ ജീവിതം. വാഗ്ദാനത്തിന്റെ മകൻ, ദൈവം തന്നെ കൊടുത്ത മകൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തെറ്റുകൾ ഉണ്ടായിരുന്നു. ആ തെറ്റുകളിൽ നിന്ന് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ചെയ്യരുതാത്ത 5 തെറ്റുകൾ ഇന്ന് നമ്മൾ പഠിക്കും. വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തെ മാറ്റിമറിക്കും. ഒന്നാമത്തെ കാര്യം, സുഹൃത്തുക്കളെ, ഇസഹാക്ക് വിവാഹം കഴിച്ചത് ആരെയാണെന്ന് അറിയാമോ? ദൈവം തന്നെ തെരഞ്ഞെടുത്ത് കൊടുത്ത റെബേക്കയെ. കഥ എത്ര മനോഹരമായിരുന്നു. എലീസിയെ പ്രാർത്ഥിച്ചു, കിണറ്റിനരികിൽ വെച്ച് റിബേക്കയെ കണ്ടെത്തി, എല്ലാം പെർഫെക്റ്റ്. പിന്നെ എന്താണ് സംഭവിച്ചത്? 20 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ല. ഉൽപ്പത്തി 25-20 നോക്കൂ. ഇസഹാക്ക് വിവാഹം കഴിച്ചത് 40-ാം വയസ്സിൽ. കുട്ടികൾ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് 60 വയസ്സ്. 20 വർഷം കാത്തിരിപ്പ്. ഇവിടെ ഒരു വലിയ പാഠമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവത്തെ അന്വേഷിച്ചു, ദൈവഹിതപ്രകാരം വിവാഹം കഴിച്ചു. എന്നിട്ടും പ്രശ്നങ്ങൾ വരാം. കുട്ടികളില്ലായ്മ വരാം, സാമ്പത്തിക പ്രയാസം വരാം, അസുഖം വരാം, എന്തും വരാം. ഇന്ന് പലരും പറയും, എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ദൈവഹിതത്തിന് പുറത്താണെന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ് സുഹൃത്തുക്കളെ. കോവിഡ് കാലത്ത് ചിലർ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി, കോവിഡ് വന്നു, പള്ളിയിൽ പോയി തെറ്റായിപ്പോയി. ഇല്ലല്ലോ. പ്രശ്നം വന്നാൽ അത് തെറ്റായ തീരുമാനമാണെന്ന് അർത്ഥമില്ല. ഇസഹാക്ക് എന്താണ് ചെയ്തത്? അദ്ദേഹം പരിഭ്രാന്തനായില്ല. റിബേക്കയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ അന്വേഷിച്ചില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു. ഉൽപ്പത്തി 25-21 ഇസഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവം ഉത്തരം നൽകി. റെബേക്ക ഗർഭം ധരിച്ചു. ഓർമ്മിക്കുക, ദൈവഹിതത്തിൽ പോലും പ്രശ്നങ്ങൾ വരും. പക്ഷേ ഓടിപ്പോകരുത്, പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, റെബേക്ക ഇരട്ടകളെ പ്രസവിച്ചു, ഏശാവും യാക്കോബും. യാക്കോബ് എങ്ങനെയാണ് ജനിച്ചെന്നറിയാമോ? ഏശാവിന്റെ കുതികാലിൽ പിടിച്ചുകൊണ്ട്. ഗർഭപാത്രത്തിൽ തന്നെ തുടങ്ങി മത്സരം. ഞാൻ ആദ്യം, ഇല്ല ഞാൻ എന്ന പോലെ. ഏശാവ് ആദ്യം ജയിച്ചു, പക്ഷെ യാക്കോബ് കുതികാലിൽ പിടിച്ചിരുന്നു. അവന്റെ പേര് തന്നെ യാക്കോബ്, അതായത് പിടിച്ചു പറിക്കാരൻ. ഇതിലെ പാഠം എന്താണെന്ന് അറിയാമോ? ദൈവം ഈ യാക്കോബിനെയാണ് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പിതാവായി തിരഞ്ഞെടുത്തത്. ഒരു കബളിപ്പിക്കാരനെ, ഒരു സ്വാർത്ഥനെ, ഒരു പിടിച്ചുപറിക്കാരനെ. എന്തൊരു പ്രത്യാശയാണ് നമുക്ക്. നമ്മൾ തികഞ്ഞവരല്ല, വീഴ്ചകൾ ഉള്ളവരാണ്. എങ്കിലും ദൈവം നമ്മെ ഉപയോഗിക്കും. യേശു തന്നെ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെയാണ് വിളിക്കാൻ വന്നത്. നിങ്ങൾ കരുതുന്നുണ്ടാകാം, എൻ്റെ കഴിഞ്ഞ കാലം മോശമാണ്, ദൈവം എന്നെ ഉപയോഗിക്കില്ല. ഇല്ല സുഹൃത്തുക്കളെ, യാക്കോബിനെ നോക്കൂ, ദൈവം നിങ്ങളെയും മാറ്റിമറിക്കും. മൂന്നാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് ഇസഹാക്കിന്റെ വലിയ തെറ്റ്. ഇസഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു, റെബേക്ക യാക്കോബിനെ സ്നേഹിച്ചു. എന്തൊരപകടം! ഫലം എന്തായി? 2 ആൺകുട്ടികളും പരസ്പരം ശത്രുക്കളായി. ദമ്പതികൾക്കിടയിലും അകൽച്ച വന്നു. കുടുംബം ഭിന്നിച്ചു. നോക്കൂ, എത്ര മനോഹരമായി തുടങ്ങിയ ദമ്പതികളാണിവർ. ദൈവം തിരഞ്ഞെടുത്തവർ, പരസ്പരം സ്നേഹിച്ചവർ. എന്നാൽ മക്കളോടുള്ള പക്ഷപാതം എല്ലാം തകർത്തു. ഇസഹാക്കിന്റെ പ്രശ്നം എന്തായിരുന്നു? വളരെ സിമ്പിൾ, മാനിറച്ചി. ഏശാവ് നല്ല വേട്ടക്കാരനായിരുന്നു. അവൻ കൊണ്ടുവരുന്ന രുചികരമായ മാനിറച്ചി ഇസഹാക്കിന് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇസഹാക്ക് ഏശാവിനെ പ്രത്യേകം സ്നേഹിച്ചു. യാക്കോബ് വേട്ടക്കാരനല്ല, വീട്ടിൽ പാചകം ചെയ്യുന്നവനായിരുന്നു. ഇസഹാക്കിന് അവനോട് അത്ര താല്പര്യമില്ലായിരുന്നു. പല മാതാപിതാക്കളും ഇത് തന്നെ ചെയ്യുന്നു. എൻ്റെ മൂത്ത മകൻ എഞ്ചിനീയർ, എന്താ സ്മാർട്ട്. ഇളയവൻ പഠനത്തിൽ മോശം, നാണക്കേട്. എൻ്റെ മകൾ സുന്ദരി, അഭിമാനം. മകൻ നിറം കറുത്തത്. സുഹൃത്തുക്കളെ, ഇത് മക്കളെ നശിപ്പിക്കും. അവർക്കിടയിൽ അസൂയയും വിദ്വേഷവും സൃഷ്ടിക്കും. നിങ്ങളുടെ വിവാഹ ജീവിതത്തെയും ബാധിക്കും. എനിക്കറിയാവുന്നൊരു കുടുംബത്തിൽ അമ്മ മൂത്ത മകളെ സ്നേഹിച്ചു, അച്ഛൻ ഇളയ മകളെ. ഇന്ന് ആ 2 പേരും പരസ്പരം സംസാരിക്കില്ല. മാതാപിതാക്കൾ മരിച്ചപ്പോൾ പോലും ഒരുമിച്ച് നിന്നില്ല. പരിഹാരം എന്താണ്? എല്ലാ മക്കളെയും തുല്യമായി സ്നേഹിക്കുക. അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ അംഗീകരിക്കുക. താരതമ്യം ചെയ്യരുത്. നാലാമത്തെ കാര്യം, ഇനി നമുക്ക് ഇസഹാക്കിന്റെ ഒരു മനോഹരമായ ഭാഗത്തേക്ക് വരാം. അബ്രഹാം കുഴിച്ച കിണറുകൾ ശത്രുക്കൾ മൂടിക്കളഞ്ഞിരുന്നു. ഇസഹാക്ക് അവ വീണ്ടും കുഴിച്ചു. എന്താണ് സംഭവിച്ചത്? 1ാമത്തെ കിണർ കുഴിച്ചു. ദാസന്മാർ വന്ന് പറഞ്ഞു, ഗരാറിലുള്ളവർ പറയുന്നു ഈ വെള്ളം തങ്ങൾക്കുള്ളതാണെന്ന്. ഇസഹാക്ക് പറഞ്ഞു, അവർക്ക് കൊടുത്തു കളയൂ.
രണ്ടാമത്തെ കിണർ കുഴിച്ചു. ദാസന്മാർ പറഞ്ഞു, വീണ്ടും തർക്കം. ഇസഹാക്ക് പറഞ്ഞു, ഈ കിണറും അവർക്ക് വിട്ടുകൊടുക്കൂ. മൂന്നാമത്തെ കിണർ കുഴിച്ചു. ഇത്തവണ ആരും തർക്കിച്ചില്ല. ഇസഹാക്ക് പറഞ്ഞു, ഇവിടെ നാം അഭിവൃദ്ധിപ്പെടും. അതിനവൻ പേരിട്ടു രഹബോത്ത്. ഇതിൽ രഹസ്യം എന്താണെന്ന് അറിയാമോ? ഇസഹാക്ക് അഭിവൃദ്ധിപ്പെട്ടത് തള്ളി മാറ്റിക്കൊണ്ടല്ല, വിട്ടുകൊടുത്തതുകൊണ്ടാണ്. ഇന്ന് ക്രിസ്ത്യാനികൾക്കിടയിൽ എത്ര തർക്കങ്ങൾ! ഈ പ്രോപ്പർട്ടി എന്റേത്, ഈ പദവി എനിക്കാണ് അർഹത, ഈ ശുശ്രൂഷ എന്റെ കീഴിൽ വരണം. ഇസഹാക്ക് പറയുന്നു, വിട്ടുകൊടുക്കൂ, ദൈവം മറ്റൊരിടത്ത് അഭിവൃദ്ധി നൽകും. ഒരു ഉദാഹരണം പറയാം. 2 സഹോദരന്മാർ പിതാവിന്റെ പ്രോപ്പർട്ടിക്ക് വേണ്ടി കോടതിയിൽ. ഒരാൾ പറഞ്ഞു, എനിക്ക് വേണ്ട, നീ എടുത്തോ. അവൻ ചെറിയ വീട് വാങ്ങി സമാധാനമായി ജീവിച്ചു. ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് നല്ല ബിസിനസ്. കോടതിയിൽ പോയവനോ വർഷങ്ങളോളം കേസ്, പണം പോയി, സമാധാനം പോയി, ഒടുവിൽ വീടും വിറ്റ് കേസ് ചെലവഴിച്ചു. യെരുശലേമിന്റെ മാർഗം വിട്ടുകൊടുക്കൽ, ബാബിലോണിന്റെ മാർഗം തട്ടിയെടുക്കൽ. നിങ്ങൾ ഏത് മാർഗം തിരഞ്ഞെടുക്കും? 5ാമത്തെ കാര്യം, ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഇസഹാക്കിന് പ്രായമായപ്പോൾ കാഴ്ച മങ്ങി. അത് സ്വാഭാവികം. എന്നാൽ ദുഃഖകരമായ അവസ്ഥ, അദ്ദേഹത്തിന്റെ ആത്മീയ കാഴ്ചയും മങ്ങി. എങ്ങനെ അറിയാമത്? ദൈവം റിബേക്കയോട് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞിരുന്നു, ജ്യേഷ്ഠൻ അനുജനെ സേവിക്കും. അതായത് യാക്കോബിനാണ് അനുഗ്രഹം. എന്നാൽ ഇസഹാക്ക് എന്താണ് ചെയ്യാൻ തീരുമാനിച്ചത്? ഏശാവിനെ അനുഗ്രഹിക്കാൻ. ദൈവവചനത്തിന് നേരെ എതിർ. എന്തുകൊണ്ട്? ഉൽപ്പത്തി 27:2-4 വരെ വായിച്ചാൽ, മകനെ ഏശാവേ, വേട്ടയിറച്ചി കൊണ്ടുവന്ന് എനിക്കിഷ്ടമുള്ള രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തരൂ, പിന്നെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കുഴിയിലേക്ക് കാൽ നീട്ടിയിരിക്കുമ്പോഴും മാനിറച്ചി. റബേക്ക ഇത് കേട്ടു. അവൾ കരുതി, ദൈവം പറഞ്ഞത് യാക്കോബിനെ അനുഗ്രഹിക്കണമെന്നാണ്. ഇസഹാക്ക് തെറ്റ് ചെയ്യുന്നു, ഞാൻ ദൈവത്തെ സഹായിക്കണം. അവൾ യാക്കോബിനോട് പറഞ്ഞു, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം, നീ മൃഗത്തിന്റെ തോൽ ധരിച്ച് ഏശാവിനെ പോലെ നടിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോകൂ. യാക്കോബ് അനുസരിച്ചു. കള്ളം പറഞ്ഞു, അനുഗ്രഹം തട്ടിയെടുത്തു. ഇവിടെ പ്രശ്നം എവിടെയാണ്? അബ്രഹാമിന്റെ തെറ്റ് ആവർത്തിച്ചു. ഓർക്കുന്നുണ്ടോ? ദൈവം അബ്രഹാമിനൊരു മകനെ വാഗ്ദാനം ചെയ്തു. സാറാക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. ഹാഗാറിലൂടെ ദൈവത്തെ സഹായിക്കാം സാറ കരുതി, പക്ഷെ തെറ്റായിപ്പോയി. ഇവിടെയും അത് തന്നെ. റബേക്ക കരുതി, ദൈവത്തിന് എൻ്റെ സഹായം ആവശ്യമുണ്ട്, കളവും വഞ്ചനയും ഉപയോഗിച്ച് ദൈവഹിതം നിറവേറ്റാം. തെറ്റ്. ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല. കളവ് പറഞ്ഞും ചതിച്ചും ദൈവവേല ചെയ്യരുത്. പലരും പറയും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ഫലം നല്ലതാണെങ്കിൽ എങ്ങനെ എത്തിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ബൈബിൾ പഠിപ്പിക്കുന്നതല്ല. ലക്ഷ്യവും മാർഗവും രണ്ടും ആത്മീയമായിരിക്കണം. 6ാമത്തെ കാര്യം, ഇത് എല്ലാ ചെറുപ്പക്കാർക്കും വേണ്ടിയുള്ളതാണ്. ഏശാവ് തന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോൾ അവൻ അതീവ ദുഃഖത്തോടെ ഉറക്കെ കരഞ്ഞു. എന്തൊരു ദുഃഖം, എന്തൊരു കണ്ണുനീർ! എന്നാൽ വളരെ വൈകി. എബ്രയർ 12:16-17 വരെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നീട് അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും അയാൾ തള്ളപ്പെട്ടു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വർഷങ്ങൾക്ക് മുമ്പ് ഏശാവ് തന്റെ ജന്മാവകാശം ഒരു പായസത്തിന് വിറ്റു. അപ്പോൾ അവൻ കരുതി, യാക്കോബിനെ കബളിപ്പിച്ചു, പായസം കിട്ടി, ജന്മാവകാശം പിന്നെ തിരികെ എടുക്കാം. എന്നാൽ ദൈവം കൗശലക്കാരെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. ഇന്ന് പല ചെറുപ്പക്കാരെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പാണ്. 1 ജന്മാവകാശം, നിത്യമായ ആത്മീയ അനുഗ്രഹങ്ങൾ. 2 പായസം, താൽക്കാലിക ഭൗതിക സുഖങ്ങൾ. ഉദാഹരണത്തിന്, സദാചാര കാര്യത്തിൽ പായസം തിരഞ്ഞെടുക്കുന്നവർ ഇപ്പോൾ ബന്ധത്തിൽ ഏർപ്പെടാം, പിന്നെ അനുദപിക്കാം. ജന്മാവകാശം തിരഞ്ഞെടുക്കുന്നവർ വിവാഹത്തിന് ശേഷം വരെ കാത്തിരിക്കും, ദൈവത്തെ മാനിക്കും. തൊഴിൽ കാര്യത്തിൽ പായസം തിരഞ്ഞെടുക്കുന്നവർ ഈ ജോലി സത്യസന്ധയില്ലാതെ ചെയ്യണം, പക്ഷെ പണം കൂടുതൽ. ജന്മാവകാശം തിരഞ്ഞെടുക്കുന്നവർ കുറച്ച് ശമ്പളം, പക്ഷേ സത്യസന്ധതയോടെ. ഒരു മുന്നറിയിപ്പ്, ഇപ്പോൾ ആസ്വദിച്ചോളാം, പിന്നെ മാനസാന്തരപ്പെടാം എന്ന് കരുതരുത്. നിങ്ങൾ വിതച്ചത് കൊയ്യും. ഏശാവ് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്നാൽ വളരെ വൈകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടി ഓർക്കാം. 1, ദൈവഹിതത്തിൽ പോലും പ്രശ്നങ്ങൾ വരും, പ്രാർത്ഥിക്കുക. 2, ദൈവം തികഞ്ഞവരെയല്ല തിരഞ്ഞെടുക്കുന്നത്, പ്രത്യാശയുണ്ട്. 3, മക്കളോട് പക്ഷപാതം കാണിക്കരുത്, കുടുംബം തകരും. 4, നിങ്ങളുടെ അവകാശം വിട്ടുകൊടുക്കൂ, ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും. 5, ലക്ഷ്യവും മാർഗവും ആത്മീയമാകണം. 6, താൽക്കാലിക സുഖത്തിന് നിത്യത വിൽക്കരുത്. അവസാന ചോദ്യം, നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? പായസമോ ജന്മാവകാശമോ? ഇപ്പോൾ സുഖം, പിന്നെ ഖേദം. ഇപ്പോൾ കാത്തിരിപ്പ്, പിന്നെ അനുഗ്രഹം. ഏശാവ് തിരഞ്ഞെടുത്തത് ആദ്യത്തേത്, കരഞ്ഞ് അവസാനിച്ചു.
മോശ തിരഞ്ഞെടുത്തത് രണ്ടാമത്തേത്, ദൈവം ഉപയോഗിച്ചു. ഇന്ന് തീരുമാനിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ സഹായിക്കണമേ. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി നിത്യമായ അനുഗ്രഹങ്ങൾ വിറ്റുകളയാതിരിക്കാൻ ശക്തി തരണമേ. ആത്മീയമായ മാർഗത്തിൽ ആത്മീയമായ ലക്ഷ്യത്തിലെത്താൻ എന്നെ നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.